കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, പക്ഷേ വെയിറ്റ് കൂടിയിട്ടേ ഉള്ളൂ എന്നതാണ് നിങ്ങളുടെ അവസ്ഥ എങ്കിൽ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പല മീലുകളും സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കും ഇത് പട്ടിണി അവസ്ഥയാണ്. നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം എന്താന്ന് പറഞ്ഞാൽ സർവൈവലിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അപ്പം നിങ്ങൾ ഭക്ഷണം ഓൺ ടൈം കഴിക്കുന്നില്ല, ആവശ്യത്തിന് കഴിക്കുന്നില്ല, വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ നമ്മളെ ബോഡി ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. നമ്മുടെ മെറ്റബോളിസം പതുക്കെയാവും. അതായത് നിങ്ങൾ സാധാരണ നടക്കുമ്പോൾ നിങ്ങളൊരു 10 കാലറി ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റബോളിസം ഡൗൺ ആകുമ്പോൾ 2 കാലറി ബേൺ ചെയ്യുള്ളൂ, ബാക്കി 8 കാലറി ബോഡി സേവ് ചെയ്യും. അതുപോലെ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എപ്പോൾ കഴിച്ചാലും അതിനെ മാക്സിമം ബോഡി സ്റ്റോർ ചെയ്യും. എന്തായിട്ട്? ഫാറ്റായിട്ട്. ഇത് കുറച്ച് കാലം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ എനർജി ലെവൽ താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിന് പകരം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ ബേസിക്കലി സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് കഴിക്കുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഇൻവോൾവ് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡിയുടെ ഫുഡ് ഡൈജഷൻ നല്ല ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, ഈ കഴിച്ച ഭക്ഷണം എല്ലാം ദഹിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടും. അപ്പം നിങ്ങളെ ബോഡി എന്ത് കിട്ടിയാലും ബേൺ ചെയ്യും എന്നൊരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പട്ടിണി കിടന്നതുകൊണ്ടായിട്ട് വെയിറ്റ് അല്ല കുറയുക, നിങ്ങളുടെ മസിൽ പോവും, ഫാറ്റ് പെർസെൻറ്റേജ് കൂടും, വിച്ച് ഇസ് നോട്ട് ഹെൽത്തി ഇൻ ദ ലോങ്.